തെളിവുണ്ടായിട്ടാണോ നിങ്ങൾ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നത്? തെളിവൊന്നും വേണ്ടെങ്കിൽ ചില മാന്യന്മാരെടുത്ത് അകത്തോട്ടിടും. പിന്നെ തെളിയാത്തത് പലതും തെളിയും. എന്താ ACP ഇത്? ഇവിടെ 5-6 മാസമല്ലേ ഉള്ളൂ, അതങ്ങ് ചുമ്മാ സെലിബ്രേറ്റ് ചെയ്യേ. സാർ, നിങ്ങൾ വിളിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എൻ്റെ സംസ്കാരം മാന്യതം സാർ. நான் மெட்ராஸில் பிறந்து வந்தேன் சார். இதை விட பெரிய ரோடிலாம் நான் பார்த்தேன் சார். ஐம் கோயிங் டு செலிப்ரேட். டீச்சரை கொண்டுவேன், ஆன்டிக்கிற பேரில் குழந்தைல வெளிநாடுக்கு அனுப்பணும்லாம் இன்னும் 6 மாதத்தில் என்கவுண்டரில் போட்டு தள்ளிட்டு அதுக்கப்புறம் செலிப்ரேட் பண்ணுவோம் சார். அது வரைக்கும் இந்த தேவையா பசங்கிட்ட பேச வேண்டிய அவசியம் இல்லை சார். யார் சார்? ഓവർ കോൺഫിഡൻസ് നല്ലതല്ല. ടോണി ഇയാളൊരു IPS ഓഫീസറാ. ഞാൻ പറഞ്ഞിട്ട് അയാൾ വന്നത്. ഇനി ഞാൻ പറയും, താൻ അനുസരിക്കും. അസി, ഇനി നമ്മളിലൊരാൾ. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഈ പെണ്ണുങ്ങളോടൊന്ന് സമാധാനം പറയും. ടോണി കളിക്കും. നമ്മൾ ഓരോരുത്തരായി തീരുന്നതുവരെ അവൻ ആളെ ഇറക്കി കളിക്കും. ടോണിയെ വിളിക്കുക. എല്ലാം അവസാനിപ്പിക്കാൻ എന്ത് തരണമെന്ന് ചോദിക്കും. സാഹിബ് കച്ചവടക്കാരന് ജീവിക്കാൻ വേണ്ടി ഞാൻ അവന് കാശ് കൊടുക്കുന്ന പോലെ കാശ് കൊടുക്കാം. കാശ് മേടിച്ചിട്ട് അവൻ പണി തന്നല്ലോ. നിങ്ങ എന്തിനാ ഇപ്പൊ ഇങ്ങാട്ട് വന്ന്? ടോണി ആകെ പ്രാന്തി പിടിച്ചിരിക്കണേ. നമ്മ നിങ്ങളെ കണ്ടെന്നെങ്ങാൻ അറിഞ്ഞ. അസി, അമ്മ മരിച്ചിട്ട് 2 ആഴ്ച കൂടി ആയില്ല. ഞാൻ എൻ്റെ അനിയൻ്റെ ചടങ്ങുകൾ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇനി ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ഈ പ്രശ്നം ഇവിടെ വെച്ച് എങ്ങനെയല്ല അവസാനിപ്പിക്കണം. ഒരു കോംപ്രമൈസിന് ടോണിയായിട്ടൊന്ന് സംസാരിക്കണം. ടോണി സമ്മതിക്കുന്ന എനിക്ക് തോന്നണില്ല. അവൻ പണ്ടാര കലിപ്പില്ല. ടോണിക്ക് എന്ത് വേണമെന്ന് ചോദിക്കുക, എന്തും കൊടുക്കാം. അതിന് തൻ്റെ എന്തുണ്ടായിട്ട് ഐഡി? 20 ലക്ഷം രൂപ കൊടുക്കാം. അമ്മയുടെ ഇൻഷുറൻസ് നോമിനി ഞാനാ. അത് കാണിച്ചാ എനിക്ക് ഏത് ബാങ്കിൽ നിന്നും കാശ് മറിക്കാൻ പറ്റും. അത് മുഴുവൻ കൊടുക്കാം. അസി, നമ്മുടെ വീട്, കടലിനടുത്തുള്ള ഗോഡൗൺ, പിന്നെ 20 ലക്ഷം. ഇത്രയാണ് ടോണിയുടെ ഡിമാൻഡ്. ടോണി വൈകിട്ട് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ? മുനമ്പത്തിനടുത്ത് കടൽ കയറിയ അവരുടെ ആ ഐലൻഡ് ഇല്ലേ, അവിടെ. അത് കഴിഞ്ഞിട്ട് ടോണിക്ക് മേയറുമായിട്ടൊന്ന് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. സെലീനയും പിള്ളേരും ഇപ്പൊ എവിടെ ഉണ്ട്?
എന്ത് ചെയ്യാൻ പോകുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ എനിക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, എനിക്കും ഈ കുട്ടികൾക്കും എഡ്ഡി മാത്രമേ ഉള്ളൂ. നിനക്കും നിന്റെ കുട്ടികൾക്കും എന്നും എഡ്ഡി ഉണ്ടാവും. ശരി. അതാകുറങ്ങൾ നിങ്ങളുടെ ബാങ്കിൽ പോയിട്ട് വീട്ടിൽ വെയിറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞിട്ടിറങ്ങിയാണ്. ഹലോ സാറേ, അസിയ. എന്താ സി? ടോണിയായിട്ടുള്ള മീറ്റിംഗ് കുറച്ച് വൈകൂന്ന് പറയാൻ പറഞ്ഞു. പിന്നെ ആ ACPയുടെ കേസിൽ ക്രൈംബ്രാഞ്ചിന് എന്തൊക്കെയോ തെളിവ് കിട്ടിയിട്ടുണ്ടെന്നാണ് ടോണി പറഞ്ഞത്. ആ ബിലാലും പിള്ളേരും കറങ്ങുന്നുണ്ട്. സാർ ഒന്ന് കരുതിയിരുന്നോ? ടോണി ഇപ്പൊ എവിടെ ഉണ്ട്? ടോണിനെ സാർ തപ്പണ്ട, ടോണി സാറിനെ വിളിക്കും. വണ്ടിയെടുത്ത് അതെ, അയാളല്ലേ ആ ബിലാൽ. അയാൾക്ക് പ്രാന്താ. അയാളെ മേരെ കൊല്ലെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അതെ സാറേ, ആ മുരുകൻ പാവ. അയാൾ അവനെ അതിൽ കൊണ്ടുവന്ന് ചാടിക്കും. വണ്ടി എടുക്കണോ? നിങ്ങൾ ഇറങ്ങിക്കോ. ശരി. നിന്നെ എനിക്ക് വേണ്ട. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റൂടെ പ്ലാസ്റ്റിക് കവർ അങ്ങനെ പിടിച്ചിരുന്നെങ്കിൽ നീ അങ്ങ് പോയേനെ. നിന്നെ കൊന്ന് രക്തസാക്ഷിയാക്കിയിട്ട് എനിക്കങ്ങനെ ജയിലിൽ പോകാൻ ഉദ്ദേശമില്ല. എന്റെ കൈ കൊണ്ട് ചത്തിട്ട് നിന്റെ പ്രതിമ കൊച്ചിയിൽ ഉണ്ടാക്കണ്ട. ബിലാലെ, നീ ആരെ ഭീഷണിപ്പെടുത്തുന്നെന്ന് ഓർമ്മ വേണം. ഞാൻ ഈ സിറ്റി മേയറാ. നീ നിന്റെ സകല സൗഭാഗ്യങ്ങളും ഇന്ന് രാജിവെക്കാൻ പോവുക. ഇത്രയും നാൾ നിന്റെ പണവും അധികാരം ഉപയോഗിച്ച് നീ ജയിച്ചു. പക്ഷെ ഒരിടത്ത് പിഴച്ചു. മേരി ടീച്ചറുടെ ജീവൻ എടുത്ത നിമിഷം. പിന്നെ പാവം തമിഴൻ ACP. ഈ 2 കൊലപാതകങ്ങളിലും നിനക്കുള്ള ഇൻവോൾവ്മെന്റ് പോലീസിന് തെളിവ് സഹിതം കിട്ടിയിട്ടുണ്ട്. നിന്നെപ്പോലെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുത്തം വന്ന് വലിച്ചാ ഞാനങ്ങ് കീറുമെന്ന് വിചാരിച്ചോ? ഞാൻ ഈ നഗരത്തിന്റെ പിതാവാ. നിന്നെ പോലെ ഓടേന്നല്ല എന്റെ വരവ്. എന്റെ മൊഴിയേക്കാൾ വലുത് തൽക്കാലം ഇവിടെ ഒന്നുമില്ല. ദേ കണ്ടില്ലേ, നിനക്കുള്ള വണ്ടിയാ. കൊച്ചിയുടെ നഗരപിതാവിനെ വധിക്കാൻ ശ്രമിച്ചതിന് അവര് നിന്നെ അങ്ങ് കൊണ്ടുപോകും. പിന്നെ ഇതുകൂടി നീ അറിഞ്ഞോ, നിന്റെ തള്ളെ അനിയനെയും ആ പാണ്ടി ACPയും തീർത്തത് ഞാൻ തന്നെയാ. ടോണിയെപ്പോലൊരു ക്രിമിനലിനെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്നത് എന്റെ മകളെ കെട്ടിച്ചു കൊടുക്കാനൊന്നുമല്ല, നിന്നെപ്പോലുള്ളവർക്ക് വേണ്ടിയാ. വേറെ ഇങ്ങനെ വേണം കാര്യങ്ങൾ. എത്ര സത്യസന്ധമായിട്ടാ പറഞ്ഞത്. പിന്നെ ആ വന്ന പോലീസില്ലേ,
അതെന്നെ കൊണ്ടുപോകാൻ വന്നതല്ല, ഞാൻ പറഞ്ഞിട്ട് വന്നത്. ഇത് കണ്ടു ക്യാമറ. വടക്കേന്ത്യയിലെ ടി വി പിള്ളേര് മന്ത്രിമാരെയൊക്കെ ചുറ്റിക്കുന്ന കളിയിൽ അതാ ഇടപാട്. ഭയങ്കര പരിപാടിയാ. പക്ഷേ നിനക്കൊക്കെ ഇത് മതി. ഇതിപ്പം പുറത്തിറങ്ങിയിട്ട് ചുമ്മാ ആകാശത്തോട്ടങ്ങ് വിടും ലൈവായിട്ട്. അതോടെ നീ ഇത്രനാളും കെട്ടിപ്പോക്കിയ ഇമേജ് ഇല്ലേ, അത് കഴിഞ്ഞ് നാട്ടുകാർ ഈ തടിയിൽ കുമ്മിയടിക്കും, അല്ലേ പോലീസ്? രക്ഷയില്ലല്ലോ മേറെ. സാക്ഷാൽ ശബരിമല ശാസ്താവ് പോലും കൈവിടുന്ന ലക്ഷണമാണ്. അതുകൊണ്ട് ഇനി ഉള്ള സമയത്ത് എന്ത് വേണമെന്ന് സ്വയം ആലോചിക്കും. നല്ല ബുദ്ധി തോന്നി എന്തെങ്കിലും ചെയ്യും. ഞങ്ങളെത്തി. ശരി സായിപ്പ എത്താന്ന്. എടി മുരുകൻ പിള്ളേരാ, വരുമെന്ന് വിചാരിച്ചില്ല. കൊള്ളാം.
ഞങ്ങൾക്കൊരു റിക്വസ്റ്റേ ഉള്ളൂ. ദയവ് ചെയ്ത് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഉണ്ടാക്കിയ ഞങ്ങൾക്കതിന് താല്പര്യമില്ല. എനിക്ക് താല്പര്യമുണ്ട്. ടോണി പ്ലീസ്. കുരിശിങ്ക പിള്ളേരോട് എനിക്ക് കുറച്ച് ബഹുമാനം ഉണ്ടായിരുന്നു ഇവിടെ വരുന്നവരെ. നിങ്ങൾക്കെന്താ ഇത്ര ബുദ്ധിയില്ലാതായി പോയത്? ടോണി, ഞങ്ങളൊരു കോംപ്രമൈസിന് വന്നതാണ്. അതെ, ടോണി കോംപ്രമൈസിന് വിളിക്കും, കാശ് മേടിക്കും. പിന്നതേ അതിനകത്തേക്ക്. സായിപ്പേ, നീ തന്തയില്ലായ്മ കാണിക്കുമെന്ന് ബിലാല് പറഞ്ഞിരുന്നു. അത് കണ്ടിട്ട് തന്നെ വന്നത്. നീ എന്താ ആദ്യം പറഞ്ഞത് ഞങ്ങൾക്ക് ബുദ്ധിയില്ലെന്നോ? മേരി ടീച്ചർ ഞങ്ങളെ നല്ല ബുദ്ധിയുള്ള പിള്ളേരായിട്ട് തന്നെ വളർത്തിയത്. നിനക്കില്ലാതെ പോയതും അങ്ങനെ ഒരു അമ്മയാണ്. ഈ കാശ് നിനക്കല്ല, ഇത്രയും നാളും നിന്റെ ആട്ടും തുപ്പും സഹിച്ച് നിന്നോടൊപ്പം നിന്ന ഇവർക്കുള്ളത്. ഇവന്മാര് മറിയുമെന്ന് ആദ്യം ഞങ്ങൾ വിചാരിച്ചില്ല. അടുത്തപ്പോഴല്ലേ നിനക്കിട്ട് കൊത്താൻ ഇവന്മാരും കാത്തിരിക്കാന്നറിഞ്ഞത്. നിന്റെ തന്തമാര് കൊച്ചി കപ്പിലിറങ്ങും മുമ്പേ നമ്മുടെ വാപ്പയ്ക്ക് ഈ സീനിലുണ്ടേതൻ സായിപ്പേ, അതാ നീ മറന്നുപോയി. ടോണി, ഇപ്പോൾ നീ ഒറ്റയാവുന്നതിന്റെ സുഖം എന്താണെന്ന് അറിയുന്നത്? ടോണി എന്നും ഒറ്റയ്ക്ക് തന്നെ നിന്നിട്ടുള്ളത്. ഞാൻ തീറ്റ കൊടുത്ത ഏത് കയ്യാ എനിക്കിട്ട് പണിയെന്ന് എനിക്കൊന്ന് അറിയണം. ബിലാൽ ജോൺ കുരിശിങ്കൽ.
ശരി ഇപ്പൊ ലോക്കൽസിൽ നിന്ന് മാറി നീ ഫോട്ടോ എടുത്ത ഫോറിനേഴ്സിലേക്ക് ആക്കി. ഹലോ, ഹൗ ആർ യു? യു വാണ്ട് ഡോഗ്? കേരള മേഡ്, ഇന്ത്യ മേഡ്? അടിച്ചോ. അതെ, തൽക്കാലം ഒന്ന് നിർത്ത്. ഇനി ഊണ് കഴിച്ചിട്ട് മതി. മുരുക വാ. വാ. ചെവി ചെവി. ടീച്ചർ വരാൻ പറഞ്ഞിരുന്നു. ബിലാൽ, ലഞ്ച് റെഡി. നീ അബുവിനെ കൂടി വിളിക്കേ.